ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. തൻ്റെ മനസ്സിലടക്കി പിടിച്ച വേദനകളെല്ലാം പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ കൈലാസ് മുഖം പൊത്തി പൊട്ടി പൊട്ടിക്കരഞ്ഞു. ആ കാഴ്ച ശ്രീറാമിന് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. കൈലാസിനെ സമാധാനിപ്പിക്കാനായി ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയ ശ്രീറാമിനെ അഖിലേഷ് വിലക്കി. ആ നിമിഷം നിസ്സഹായനായി ഇരിക്കേണ്ടി വന്നു അവന്. ഒരു തരത്തിൽ തൻ്റെ സഹോദരൻ്റെ മനോവ്യതകൾക്ക് താനും കാരണക്കാരനാണെന്ന് അവന് തോന്നിപ്പോയി. പറഞ്ഞു തിരുത്താമായിരുന്നു. എന്നാൽ അതിനു പകരം പലയിടത്തും മൂകനായി നിന്നു. ശ്രീറാം സ്വയം പഴിചാരി. കൈലാസ് ഒന്ന് ശാന്തനായെന്ന് കണ്ടതും അഖിലേഷ് പതിയെ സംസാരിച്ചു തുടങ്ങി. കിച്ചു, നിന്റെ ബുദ്ധിമുട്ടുകളും വേദനകളും എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിനൊന്നും നീ ദുർഗയെ ബ്ലെയിം ചെയ്യുന്നത് എനിക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല. കൈലാസ് അഖിലേഷിന് അഭിമുഖമായി മുഖമുയർത്തി. അവളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം എല്ലാവരെയും പോലെ നിനക്കും അറിയാം, വളരെ വ്യക്തമായി തന്നെ. എന്നിട്ടും നീ എന്താ കുട്ടിയോട് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലേക്ക് അവളെ വലിച്ചഴിച്ചത് ആരാണ്? അത് നീ തന്നെയാണ് കിച്ചു. നിനക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടായിരുന്നെങ്കിൽ വളരെ മാന്യമായി മറ്റുള്ളവർക്ക് മുമ്പിൽ നിനക്ക് മനസ്സ് തുറക്കാമായിരുന്നു. പകരം നീ എന്തു ചെയ്തു? അഖിലേഷിൻ്റെ ചോദ്യത്തിന് മുൻപിൽ കൈലാസ് പതറിപ്പോയി. എല്ലാ വിരലുകളും തനിക്ക് നേരെയാണ് ചൂണ്ടി നിൽക്കുന്നതെന്ന് അവന് ബോധ്യപ്പെട്ടു. നിന്റെ വാക്കുകളും പ്രവൃത്തിയും മാത്രമാണ് നിനക്ക് ചുറ്റുമുള്ളവർക്കിടയിൽ നിന്നും നിന്നെ അകറ്റിയത് കിച്ചു. അത് നീ മനസ്സിലാക്കണം. ദുർഗയെ എവിടെ കൊണ്ടുവരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമായിരുന്നു കിച്ചു? അവളെ ഈ നിലയിലെത്തിക്കാൻ നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഏട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഈ കഴിഞ്ഞ 7 മാസങ്ങൾ അവൾക്കായി മാറ്റിവെച്ചതാണിവൻ. അവൻ്റെ കരിയർ പോലും ഉപേക്ഷിച്ച് അവൾക്കായി കാവലിരുന്നവനാണിവൻ. ഇന്ന് ആ പെൺകുട്ടിയുടെ മുഖത്ത് മിന്നുന്ന പുഞ്ചിരി പോലും ഇവൻ അവൾക്കായി നൽകിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സമയത്തിൻ്റെയും പ്രതിഫലമാണ്. ഒരു തരത്തിൽ ശ്രീറാം സായൻ തന്ന നിന്റെ ഏട്ടൻ ദുർഗ എന്ന പെൺകുട്ടിക്കായി മാറ്റിവെച്ചത് അവൻ്റെ ജീവിതം തന്നെയാണ്. നിങ്ങൾ 2 പേരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇനി ഒരിക്കൽ കൂടി ദുർഗ അവളുടെ പഴയ സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തിയാൽ, അതായത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കടന്നാൽ, പിന്നീട് ഒരിക്കലും അവൾ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് തിരികെ കയറുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അവിടെ ദയാദുർഗ എന്ന പെൺകുട്ടിയുടെ മരണമായിരിക്കും. നോ! ശ്രീറാമിൻ്റെ ഉയർന്ന ശബ്ദം വിറച്ചുപോയി. നീ ശബ്ദമുയർത്തിയിട്ട് കാര്യമില്ല ശ്രീ. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് തവണ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൾക്കുള്ളിലെ മുറിവുകൾ അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതല്ലെന്ന്. എത്ര തുന്നിക്കെട്ടാൻ ശ്രമിച്ചാലും അതൊട്ട് വിജയകരമാവുകയുമില്ല. അതിനാൽ ഇനി ഒരിക്കലും നിങ്ങൾക്കിടയിലെ വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് അവളെ വലിച്ചിഴക്കരുത്. ആൻഡ് മോർ ദാൻ ദാറ്റ്, എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ഇന്ന് നീ ദുർഗയോട് പറഞ്ഞത് വളരെ വളരെ തരം താഴ്ന്ന വാക്കുകളാണ് കിച്ചു. ദുർഗയോടെന്നല്ല, ഒരു പെൺകുട്ടിയോടും പറയാൻ പാടില്ലാത്ത വാക്കുകൾ. തൻ്റെ ചൂണ്ടുവിരലുയർത്തി കടുത്ത ഭാഷയിൽ അഖിലേഷ് അത് പറഞ്ഞപ്പോൾ കൈലാസ് അപമാനത്താൽ മുഖം താഴ്ത്തി. താൻ പറഞ്ഞതും ചെയ്തതുമായ തെറ്റുകൾ തന്നെ നോക്കി പല്ലിളിക്കുന്നതായി തോന്നി അവന്. കുറ്റബോധത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും ഒരു കുളിർ സ്പർശമായി അവനരികിൽ അവനേറെ പ്രിയമുള്ള അവൻ്റെ ഏട്ടനുമുണ്ടായിരുന്നു. സാന്ത്വനമായി, തണലായി തണലായി. ഇനി ഒരിക്കലും ഒറ്റപ്പെടുത്തില്ലെന്ന് ഉറപ്പോടെ ശ്രീറാം അവനെ ചേർത്ത് പിടിച്ചു. ആളൊഴിഞ്ഞ മണൽത്തിട്ടയിൽ വീശിയടിക്കുന്ന ചൂടുകാറ്റേറ്റ് ശ്രീറാം നിന്നു. മുന്നിൽ ഇരമ്പി അടിക്കുന്ന കടൽ. ഉപ്പുകാറ്റേറ്റ് വരണ്ടു പോകുന്ന ചുണ്ടുകളെ ഇടയ്ക്കിടെ തൻ്റെ ഉമിനീരിനാൽ കുതിർത്തുകൊണ്ട് നോക്കെത്താ ദൂരമുള്ള വേലിൽ ശരീരം ഉരുകുന്നത് പോലെ മനസ്സുമുരുകുന്നു. വല്ലാത്തൊരു വിങ്ങൽ. അത് തൻ്റെ സഹോദരനെ ഓർത്താണോ അതോ തൻ്റെ പ്രണയത്തെ ഓർത്താണോ എന്നവന് നിശ്ചയമുണ്ടായിരുന്നില്ല. കാറിൽ മുൻസീറ്റിലിരിക്കുന്ന കൈലാസ് പുറത്തെ കൊടും ചൂടിൽ ദൂരേക്ക് മിഴികൾ എയ്ത് നിൽക്കുന്ന ശ്രീറാമിനെ തന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അവനരികിൽ ചെന്ന് നിൽക്കണമെന്നുണ്ട്. പക്ഷേ കുറ്റബോധമോ ജാളിതയോ എന്താണെന്നറിയില്ല. ഏട്ടന് നേർക്ക് നേരെ നിൽക്കാനുള്ള ശേഷി തന്നിലില്ല. ചെറുപ്പം മുതലേ തനിക്ക് ഏറ്റവും പ്രിയം ഏട്ടനോടായിരുന്നു. സമപ്രായക്കാരനായ ശരണിനോട് പോലും തോന്നാതിരുന്ന ആത്മബന്ധം. ഏട്ടനായിരുന്നു തൻ്റെ റോൾ മോഡൽ. ഏട്ടനെ അനുകരിച്ചുള്ള വേഷധാരണം തുടങ്ങി ഏട്ടൻ്റെ ഇഷ്ടങ്ങളെപ്പോലും തൻ്റേതാക്കി മാറ്റിയിരുന്നു. പലപ്പോഴും സംഗീതം പഠിക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് അത് ഏട്ടൻ്റെ ജീവവായു ആയതിനാലാണ്. പക്ഷേ എത്രയൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചാലും കൈലാസിനൊരിക്കലും
ശ്രീറാമാകാൻ സാധിക്കില്ലെന്ന് പലയിടത്തും താൻ തെളിയിച്ചു. ഏട്ടനെ പോലെ ഹൃദയവിശാലമായി ചിന്തിക്കാനോ വാക്കുകൾ ഉപയോഗിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും തന്നെ കൊണ്ട് കഴിയില്ല. എന്തിന്? എതിരെ നിൽക്കുന്നയാളെ നോക്കി ഒരു കണിക പോലും കളങ്കമില്ലാതെ മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാൻ പോലും തന്നെ കൊണ്ടാവില്ല. കൈലാസ് വേദനയുടെ ദീർഘമായി നിശ്വസിച്ചു. തിരികെയുള്ള യാത്രയിൽ അവരിരുവരും നിശബ്ദരായിരുന്നു. പകുതിക്ക് വെച്ച് ശ്രീറാം ഗോപികയെ അവർക്കൊപ്പം കൂട്ടി. ആദ്യമൊക്കെ ശ്രീറാമിനോട് വാതോരാതെ സംസാരിച്ചിരുന്നവൾ അവൻ്റെ പ്രസന്നമല്ലാത്ത മുഖം ശ്രദ്ധിച്ച് പിന്നീട് സ്വയമേ മൗനം വരിച്ചു. ഹാളിലെ തീന്മേശയ്ക്ക് ചുറ്റും വട്ടമിരിക്കുമ്പോൾ ഏട്ടൻ്റെ പതിവില്ലാത്ത ഗൗരവത്തിൻ്റെയും പ്രവൃത്തികളുടെയും പൊരുൾ തേടുകയായിരുന്നു ഗോപു. ശരണിലും അതേ ആശയക്കുഴപ്പം. എന്താ നിങ്ങളുടെയൊക്കെ തീരുമാനം? മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന തൻ്റെ സഹോദരങ്ങളെ നോക്കി ശ്രീറാം അല്പം കടുപ്പിച്ചു തന്നെ ചോദിച്ചു. കാര്യമെന്തെന്നറിയാത്തതിനാൽ ഗോപുവും ശരണും ഒന്നും മിണ്ടാതെ ശ്രീറാമിനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് രണ്ട് ധ്രുവങ്ങളിലായി മരണം വരെ ജീവിക്കാനാണോ നിങ്ങളുടെ തീരുമാനമെന്ന് അവൻ ഒന്നുകൂടെ ശബ്ദമുയർത്തി. അടുക്കള വാതിൽക്കൽ മഹാലക്ഷ്മിയും ശാന്തിയക്കയും അവൻ്റെ ഭാവപകർച്ച കണ്ട് ഞെട്ടി നിൽപ്പുണ്ട്. എന്നാൽ ഹാളിൽ രണ്ടച്ഛന്മാരും യാതൊരു ഭാവഭേദവും കൂടാതെ അവരുടെ ചർച്ചകളിലേക്ക് കാതോർത്തിരിക്കുകയാണ്. അവർക്കൊപ്പം മുത്തശ്ശനുമുണ്ട്. ശ്രീറാം ചോദിച്ചതിന് അർത്ഥം പിടികിട്ടിയ ഗോപിക ആദ്യം ശരണിനെ നോക്കി, പിന്നീട് കൂർത്ത കണ്ണുകളോടെ കൈലാസിനെയും. അതെ. ഗോപുവിൻ്റെ ശബ്ദം മുറുകി. ഗോപികയുടെ ഉത്തരം കിട്ടിയപ്പോൾ ശ്രീറാമിൻ്റെ കണ്ണുകൾ ശരണിലേക്കായി. എനിക്കും ഇവനോട് ക്ഷമിക്കാൻ കഴിയില്ല. ശരണും തീർപ്പ് കൽപ്പിച്ചു. കൈലാസിൻ്റെ കണ്ണുകൾ പെയ്തു. ഇരിപ്പിടത്തിൽ നിന്നും പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയ അവനെ ശ്രീറാം തടഞ്ഞു. എനിക്ക് പറയാനുള്ളതും കൂടെ കഴിഞ്ഞിട്ട് പോകാം. ശ്രീറാം തൻ്റെ കൈകൾ തീന്മേശയിലൂന്നി കസേരയിൽ നിന്ന് മുന്നോട്ടേക്കാഞ്ഞു. നിങ്ങൾ രണ്ടുപേരും തീരുമാനങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ പറയാം. ഇന്ന് മുതൽ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാകില്ല. ഏട്ടാ! ശരൺ ആക്രോശിച്ചു. ഇതെൻ്റെ തീരുമാനം. ബന്ധങ്ങൾക്കപ്പുറം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ദേഷ്യവും വാശിയും അഭിമാനമൊക്കെ അല്ലേ വലുത്? ആയിക്കോട്ടെ, ഞാൻ ചോദ്യം ചെയ്യാനോ അഭിപ്രായം പറയാനോ വരുന്നില്ല. പക്ഷേ ഇനി ഇവിടെ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ തുടരാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ ദുഷ്ടന് വേണ്ടിയിട്ടാണോ ഏട്ടൻ? കൈലാസിന് നേരെ വിരൽ ചൂണ്ടി വിറച്ച ഗോപികയെ അവളുടെ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പേ കടുത്ത ശാസനയാൽ തടഞ്ഞു ശ്രീറാം. നീ അതിര് കടക്കുന്നു ഗോപു. ഇവൻ നിന്റെ ഏട്ടനാണ്. അത് മറന്നുള്ള നിന്റെ ഈ സംസാരം എല്ലായ്പ്പോഴും ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. ഗോപികയുടെ മുഖം വിവർണമായി. ശ്രീറാം വഴക്ക് പറയാറുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഇത്ര രൂക്ഷമായി അവൻ അവളെ ശാസിക്കുന്നത്. ഒരു കുഞ്ഞിനെ പോലെ അവൾ വിതുമ്പിയപ്പോൾ ശ്രീറാമിന് ഓടിച്ചെന്നവളെ മാറോടണയ്ക്കാൻ തോന്നി. പക്ഷേ ഇപ്പോൾ താൻ അതിന് മുതിർന്നാൽ കാര്യങ്ങളൊന്നും വിചാരിച്ചിടത്ത് നിൽക്കില്ലെന്ന് അവൻ ചിന്തിച്ചു. എന്നാൽ ഗോപുവിൻ്റെ കണ്ണുനീരിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ശരണിനെ കൊണ്ട് കഴിയുമായിരുന്നില്ല. ഇരിപ്പുറപ്പിച്ച മരക്കസേര അവൾക്കരികിലേക്ക് ഒന്നുകൂടെ വലിച്ചിട്ടവൻ തൻ്റെ പ്രാണനെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. ഏട്ടൻ ആർക്ക് വേണ്ടിയാണ് ഈ വാദിക്കുന്നത്? ഗോപു ചോദിച്ചതുപോലെ ഇവന് വേണ്ടിയോ? ഇന്ന് രാവിലെ പോലും ഇവൻ ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്താണെന്ന് ഏട്ടന് പറഞ്ഞതല്ലേ? പാല് കൊടുത്ത കൈക്ക് നേരെ തന്നെ വിഷം ചീറ്റിയാനാണിവൻ. ഏട്ടനെ, അമ്മയെ, അതിനേക്കാൾ അപ്പുറം നിസ്സഹായ ഒരു പെൺകുട്ടിയെ വെറും വാക്ക് നൽകി വഞ്ചിച്ചവനാണിവൻ. ശരൺ തുറന്നടിച്ചു. ശരൺ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അന്ന് അവൻ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ആ തെറ്റിൻ്റെ പേരിൽ അവനെ അകറ്റി നിർത്തുകയാണോ വേണ്ടത്? നമ്മൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞവരാടാ. ഓരോ ദിവസവും കളിയും ചിരിയുമായി. എന്നിട്ടിപ്പോ? ശ്രീറാമിന് തൻ്റെ ഹൃദയം നൊന്തു. ശരണും ഒരു നിമിഷം നിശബ്ദനായി. അവൻ ഓർക്കുകയായിരുന്നു അവരൊരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ. എന്ത് രസമായിരുന്നു! കിച്ചുവിൻ്റെ തമാശകളും ഗോപുവിൻ്റെ കുസൃതികളും തമ്മിലുള്ള വഴക്കും. ആകെ മൊത്തം ബഹളമായിരിക്കും. ചിലപ്പോൾ ഹാളിലായിരിക്കും, അല്ലെങ്കിൽ ഏട്ടൻ്റെയോ ഗോപുവിൻ്റെയോ മുറിയിൽ. ഒടുക്കം 4 പേരും അവിടെ തന്നെ തമ്മിൽ പുണർന്ന് മൂടി പുതച്ചുറങ്ങും. രുക്കുവമ്മ ഉണ്ടായിരുന്ന സമയത്ത് രാത്രി കിച്ചുവിനെ പിടിച്ചു വലിച്ചായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നത്. ഗോപുവിനെ പിന്നെ കൊണ്ടുപോകാൻ ഇവിടെ ആരും സമ്മതിക്കാറില്ലായിരുന്നു. രുക്കുവമ്മയുടെ നിഴൽവട്ടം കാണുമ്പോഴേക്കും അവൾ ഓടി അമ്മയ്ക്കൊക്കത്തേക്ക് കയറി അമ്മയെ പറ്റി പിടിച്ച് കിടക്കും. പിന്നെ കരച്ചിലായി, ബഹളമായി. ഓർമ്മയിൽ ശരൺ ഒന്ന് പുഞ്ചിരിച്ച് ഗോപുവിനെ തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി. കിച്ചുവിനായൊരു മുറി താഴെ ഉണ്ടെങ്കിലും അത് ഉപയോഗശൂന്യമായിരുന്നു. തനിക്കൊപ്പമായിരുന്നു അവൻ്റെ വാസം, തങ്ങളുടെ ലോകം. അതിനുള്ളിൽ ആരും അറിയാതെ എന്തൊക്കെ കുസൃതികൾ ഒളിപ്പിച്ചിരിക്കുന്നു.
കൗമാരത്തിൽ ഏട്ടൻ അറിയാതെയുള്ള മദ്യസേവയിൽ തുടങ്ങി നീളുന്ന ലിസ്റ്റ്. എൻ്റേതെന്നോ അവൻ്റേതെന്നോ വേർതിരിവ് ഒരിക്കലും തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴോ? ഒരു നിമിഷം വേദനയോടെ ശരണിന്റെ കണ്ണുകൾ കൈലാസിലേക്ക് പാറി വീണു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പൽ അടക്കുന്നവനെ കാണെ ശരണിന്റെ മിഴികളും തുളുമ്പി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ശ്രീറാം തുടർന്നു. ദുർഗയുടെ കാര്യത്തിൽ പൂർണ്ണമായും ഇവനെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. അവൻ അവൻ്റേതായ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ട്. അതവൻ പ്രകടിപ്പിച്ചു. അവളുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവനത് തുറന്നു പറഞ്ഞത്. അത് നന്നായില്ലേ? അവളോടുള്ള താല്പര്യമില്ലായ്മ ഉള്ളിൽ വെച്ച് നമുക്കെല്ലാവർക്കുമായി അവളെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രണ്ടുപേരുടെയും ജീവിതം? പലയിടങ്ങളിലും കിച്ചുവിൻ്റെ ഭാഗത്ത് ന്യായമില്ലെന്നറിയാമായിരുന്നിട്ടും ശ്രീറാം അവന് വേണ്ടി വാദിച്ചു. ഒരവസരം കൊടുത്തൂടെ? നമ്മുടെ കിച്ചു അല്ലേടാ. ശ്രീറാമിൻ്റെ സ്വരം ദയനീയമായി. മിഴികൾ ചുവന്ന് കലങ്ങി.